Indian Civil Service Examination and Kerala Administrative Service. ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ, കേരള ഭരണ സർവീസ് പരീക്ഷ. The Union Public Service Commission (UPSC) is India's central recruiting agency. It is responsible for appointment to and examination for all India service and Group A and Group B of Central Service, while Department of Personnel and Training is a central personnel agency in India. Union Public Service Commission ഒരു സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. UPSC ആണ് സിവിൽ സർവീസിൻ്റെ AB കാറ്റഗറിയിലോട്ടുള്ള പരീക്ഷകളും അതിലോട്ടുള്ള അപ്പോയിൻമെൻറ്റുകളും നടത്തുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ ട്രെയിനിങ് സെൻട്രൽ പേഴ്സണൽ ഏജൻസി ഇതിലോട്ടുള്ള എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നത് UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. Functions of UPSC. Under Article 320 of the Constitution of India, the Commission is inter alia recruited to be consulted on all matters relating to recruitment to civil services and post. The function of the Commission under Article 320 of the Constitution are: first, conduct examination for appointment to the services of the Union. Second, direct recruitment by selection through interviews. 3. Appointment of officers on promotion, deputation and absorption. Fourth one, framing an amendment of recruiting rule for various service and posts under the government. Fifth one, disciplinary cases relating to the different civil services. Sixth one, advising the government on any matters referred to the commission by the President of India. UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഇത് UPSC ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 320 പ്രകാരമാണ് ഇതിന്റെ ഫങ്ഷൻ, അതായത് UPSCയുടെ ഫങ്ഷൻ നടന്നു പോകുന്നത്. അതിൽ ഒന്നാമത്തെ 320 ആർട്ടിക്കിൾ പ്രകാരം ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കീഴിൽ നടക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക, എക്സാമിനേഷന് വേണ്ടി ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുക എന്നൊരു ചുമതല 320 പ്രകാരം UPSC എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്ത് ഇന്റർവ്യൂ അടക്കം കാര്യങ്ങൾ UPSC ചെയ്തു കൊടുക്കുന്നു. അടുത്തത് അപ്പോയിൻമെന്റ് ഓഫ് ഓഫീസേഴ്സ്, അതായത് ഒരു ഉദ്യോഗാർത്ഥിയെ അപ്പോയിന്റ് ചെയ്യാനും ഡിസ്മിസ് ചെയ്യാനും അതുപോലെ ഡെപ്യൂട്ടേഷൻ ചെയ്യാനും എല്ലാം അധികാരം 320 പ്രകാരം UPSCക്ക് ഉണ്ട്. അതുപോലെ തന്നെ പരീക്ഷകളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അമെൻഡ് ചെയ്യാനും 320 പ്രകാരം UPSCക്ക് അധികാരമുണ്ട്. ഏതെങ്കിലും ഉദ്യോഗാർത്ഥി ഉദ്യോഗത്തിൽ കയറി ഏതെങ്കിലും ഡിസിപ്ലിനറി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അധികാരം പോലും UPSCക്ക് ഉണ്ട്. പിന്നെ UPSCയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അമെൻഡ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റിനെ നേരിട്ട് കൺസൾട്ട് ചെയ്യാനും ഉള്ള ഒരു അധികാരം 320 പ്രകാരം UPSCക്ക് ഉണ്ട്. The civil service has 3 main functions. First one, it advises the government on policy. It helps prepare and draft new legislation. It helps the government to run the country according to the legislation passed by the audience. സിവിൽ സർവീസ് എന്ന വലിയൊരു കടമ്പ, ആ കടമ്പയിൽ കയറുമ്പോൾ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 3 ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഒന്ന്,
ഗവൺമെന്റിന്റെ പോളിസികൾ ഉണ്ടാക്കാനുള്ള പോളിസി ഏതാണ് അതിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കാനും അത് ഓർഡിനൻസ് ആയിട്ട് ഇറക്കാനും ഒരു സിവിൽ സർവന്റിന് സാധിക്കും. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് ന്യൂ ലെജിസ്ലേഷന് ഗവൺമെന്റിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റൂൾ വന്നാൽ അത് ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് ഒരു കൺട്രിയിൽ മൊത്തം അതൊരു നിയമമാക്കി കൊണ്ടുവരാനും ഒരു സിവിൽ സർവന്റിന് സാധിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സിവിൽ സർവന്റ് ആയി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് രാജ്യത്തിന്റെ നിയമത്തിന് നമുക്ക് മാറ്റങ്ങൾ വരുത്താനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒരു സിവിൽ സർവന്റിന് സാധിക്കും. The Civil Service Examination Syllabus notification came February month, prelims exam June, mains exam September October, interview February March, final result April May the following year. സിവിൽ സർവീസിന്റെ സിലബസ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി മാസത്തിലും ആദ്യത്തെ പരീക്ഷയെ പ്രിലിമിനറി എക്സാം ജൂൺ മാസത്തിലും രണ്ടാമത്തെ പരീക്ഷയെ മെയിൻ പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും മൂന്നാമത്തെ ഘട്ടമായ പേഴ്സണൽ ടെസ്റ്റ് അഥവാ ഇന്റർവ്യൂ ഫെബ്രുവരി മാർച്ചിലായിട്ടും ഫൈനൽ റിസൾട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലും ആണ് വരുന്നത്. UPSC Civil Service Examination Syllabus. The CSE divided into 3 categories. First one prelims, second one mains, third one interview. The first one prelims is divided into 2, General Studies first paper and second paper. General Studies first paper conducted subject history, geography, politics, economics, general knowledge, science, environment, news, current affairs, policies, then etc. The second paper, GS paper 2, CSAT, reasoning, mathematics, decision making, English language and comprehension. The second part of the CSE exam, mains examination, first one essay, second general studies first paper, second paper, third paper and fourth paper. Next optional subject first paper and second paper. Then next for divided into mains, language paper, English and optional language for or regional language. The last part of CSE exam, interview. Civil service examination 3 ഘടകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3 രീതിയിലുള്ള പരീക്ഷകളാണ്. ഒന്നാമത്തെ പ്രിലിമിനറി പരീക്ഷ, രണ്ടാമത്തെ മെയിൻസ് പരീക്ഷ, മൂന്നാമത്തെ ഇന്റർവ്യൂ. ഇതിൽ ആദ്യത്തെ പ്രിലിമിനറി എക്സാമിനേഷൻ 2 പേപ്പറാണുള്ളത്. ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പറും ജനറൽ സ്റ്റഡീസ് സെക്കൻഡ് പേപ്പറും. ഇതിൽ ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പറിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ജനറൽ നോളജ്, സയൻസ്, എൻവയോൺമെന്റ്, കറണ്ട് അഫയേഴ്സ് എക്സെട്രാസ്. ഇത്രയാണ് നമ്മൾ ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പറിന് പഠിക്കേണ്ടത്. സെക്കൻഡ് പേപ്പറിൽ പഠിക്കേണ്ടത് റീസണിങ്, മാത്തമാറ്റിക്സ്, ഡിസിഷൻ മേക്കിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഇത്രയുമാണ് നമ്മൾ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിന് സെക്കൻഡ് പേപ്പറിൽ പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടമായ മെയിൻ പരീക്ഷയിൽ നമ്മൾ പഠിക്കുന്നത് എസ്എ ഉണ്ട് ഒന്ന്. അടുത്തതായിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 ആണ്. അടുത്തത് ഓപ്ഷൻ സബ്ജക്റ്റ് ആണ്. അതിൽ നമ്മൾ പേപ്പർ 1, പേപ്പർ 2 പഠിക്കുന്നു. അതുപോലെ തന്നെ ലാംഗ്വേജ് പേപ്പർ ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്. റീജിയണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങൾക്കുള്ള ഉദാഹരണത്തിന് പറഞ്ഞാൽ മദർ ടങ് ആണ് റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഈസ് ഇന്റർവ്യൂ. അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, അതായത് ഇന്റർവ്യൂ ആണ്. Civil Service Preliminary Examination divided into 2 parts, GS paper 1, GS paper 2. The subject for GS paper 1, current event, history of India, India and world geography, Indian polity and governance, economics and social development, general issues on government, environment, general science. This paper 2 for preliminary examination, civil services, comprehension and interpersonal skill, logical reasoning and analytical ability, decision making and problem solving, general mental ability, basic numerology,
data interpretation, English language comprehension skill. These are the topics for preliminary examination subjects. സിവിൽ സർവീസ് ആദ്യഘട്ട പരീക്ഷയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ഉം പേപ്പർ 2. ഇതിൽ പേപ്പർ 1ൽ നമ്മൾ പഠിക്കുന്നത് കറണ്ട് ഇവന്റ്, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്നു, എക്കണോമിക്സ് ആയിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നു, ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റുമായിട്ട് പഠിക്കുന്നു, പിന്നെ ജനറൽ സയൻസ് പഠിക്കുന്നു. പേപ്പർ 2 ആയിട്ട് CSAT-ലുള്ളത് കോംപ്രിഹെൻഷൻ, interpersonal skill, logical reasoning and analytical ability, decision making and problem solving, general mental ability, basic numerology, data interpretation, English language comprehension skill. UPSC syllabus main. First one compulsory paper, second essay, third general studies, fourth one optional subject. The compulsory paper is English and Indian language, second essay paper 1, paper 2, general studies paper 1, paper 2, paper 3, paper 4, optional subject paper 1 and paper 2. The compulsory papers is only qualifying and not counted for ranking. The other subjects are counted for the ranking. Essay, general studies paper, optional subject. സിവിൽ സർവീസ് പരീക്ഷയിൽ മെയിൻ പരീക്ഷയിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഒന്ന് കമ്പൽസറി പേപ്പർ, രണ്ടാമത്തെ എസ്എ, മൂന്നാമത്തെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ഉം പേപ്പർ 2ഉം പേപ്പർ 3ഉം പേപ്പർ 4ഉം, അടുത്തത് ഓപ്ഷൻ സബ്ജക്റ്റ് പേപ്പർ 1ഉം പേപ്പർ 2ഉം. ഇതിൽ കമ്പൽസറി പേപ്പർ സിവിൽ സർവീസിന്റെ റാങ്ക് ലിസ്റ്റ് കൂട്ടുകയില്ല. അതിന് 33% മാർക്ക് മാത്രം മേടിച്ചാൽ മതി, അത് ക്വാളിഫൈഡ് ആകും. അതിനകത്ത് ഇംഗ്ലീഷും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ മലയാളമായിരിക്കും. കേരളത്തിന് തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തികളാണെങ്കിൽ തമിഴ്. ദിസ് കന്നഡ ഈസ് കന്നഡ ലാംഗ്വേജ്. ദിസ് ഇസ് ഓൺലി ഇന്ത്യൻ ലാംഗ്വേജ്. നെക്സ്റ്റ് ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഓർ ഇന്റർവ്യൂ. ദീസ് ആർ ദ സിവിൽ സർവീസ് syllabus for brief, preliminary, mains and interview. Next is the overall subject in UPSC civil service examination. UPSC preliminary examination syllabus. UPSC preliminary examination syllabus paper 1 200 mark, current event of national and international importance, history of India and international movement, Indian and world geography, physical, social, economic geography of India and world, Indian polity and governance, constitution, political system, Panchayat Raj, public policy, right issues, etc., economics and social development, sustainable development, poverty, inclusion, demographics, social sector, initiative, etc., general issues on environmental ecology, biodiversity and climate change, general studies, general science. സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പേപ്പർ 1 200 മാർക്കിലാണ്. അതിൽ വരുന്ന ടോപ്പിക്സ് നാഷണൽ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക്, അതുപോലെ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ് ഇഷ്യൂസ്, എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യൽ സെക്ടേഴ്സ്. ജനറൽ ഇഷ്യൂസ് എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ജനറൽ ഇക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ മൊത്തത്തിൽ ജനറൽ സയൻസിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കേണ്ടി വരും. പേപ്പർ 2 200 marks. Subject comprehension, interpersonal skill including communication skill, logical reasoning and analytical ability, decision making and problem solving, general mental ability, basic numerology, data interpretation. രണ്ടാമത്തെ പേപ്പർ CSAT-ൽ നമ്മുടെ പേപ്പർ 2-ൽ 200 മാർക്കിലുള്ളതാണ്. അതിൽ ടോപ്പിക്സ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്,
ജനറൽ മെന്റൽ എബിലിറ്റി ഉണ്ട്, ബേസിക് ന്യൂമറോളജി ഉണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഇത്രയാണ് പേപ്പർ 2ന്റെ സബ്ജക്റ്റുകൾ. ഇത് 10ാം ക്ലാസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതലായിട്ട് ചോദിക്കുന്നതും നമ്മൾ പഠിക്കേണ്ടതും. നെക്സ്റ്റ്, മെയിൻസ് syllabus for civil service examination. General Studies first paper, Indian heritage and culture, history and geography of the world and society. Indian culture, science aspect of art forms, literature and architecture from ancient to modern times. Modern history from about the middle of the 18th century and the present, significant event, personalities, issues. The freedom struggle, post-independent consolidation and reorganization within the country. History of the world will include events from 18th century such as Industrial Revolution, World War, redressal of national boundaries, colonization, decolonization, political philosophers like communism, capitalism, socialism, etc. Silent features of Indian society, diversity of India, role of women and women organization, population associated issues, effect of globalization on Indian society, social empowerment, communalism, regionalism and secularism, silent features of world physical geography, distribution of key natural resources across the world, importance geophysical phenomena such as earthquake, tsunami, volcanic activity, cyclone, etc. സിവിൽ സർവീസ് പരീക്ഷയിൽ മെയിൻ പരീക്ഷയിൽ ഒന്നാമത്തെ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ നമ്മൾ പഠിക്കാനുള്ളത് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറിനെ പറ്റി പഠിക്കാനുണ്ട്, ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, ജോഗ്രഫി ഓഫ് ദി വേൾഡ് ആൻഡ് സൊസൈറ്റിയെ പറ്റി പഠിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററിയെ പറ്റി പഠിക്കുന്നുണ്ട്, ഫ്രീഡം സ്ട്രഗിളിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഇൻക്ലൂഡിങ് 18th സെഞ്ചുറിയെ പറ്റി പഠിക്കുന്നുണ്ട്. ഇത് തന്നെ കൊളോണൈസേഷൻ, ഡീകൊളോണൈസേഷൻ, പൊളിറ്റിക്കൽ ഫിലോസഫി ലൈക്ക് കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസത്തെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ സൈലന്റ് ഫീച്ചേഴ്സ് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി പഠിക്കുന്നുണ്ട്, റോൾ ഓഫ് വുമൺ ഇൻ ഇന്ത്യ ഓൾ വേൾഡ് ഇതിനെ പറ്റി പഠിക്കുന്നുണ്ട്, പോവർട്ടിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, എഫക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി പഠിക്കുന്നുണ്ട്, സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് ഫിസിക്കൽ ജോഗ്രഫിയെ പറ്റി പഠിക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ജിയോ ഫിസിക്കൽ ഫിനോമിന, എർത്ത് സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റി, സൈക്ലോൺ എന്നിവയെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ജനറൽ സ്റ്റഡീസ് സെക്കൻഡ് പേപ്പർ, governance, constitution, policy, social justice and international relation. Indian constitution, historical upswing, evolution, features, amendment, significant provision and basic structure, functions and responsibility of the union and state, separation of powers between various organs, district mechanism and institution, comparison on Indian constitution scheme with that other countries, Parliament and state legislation, structure, organization and function, executive and judiciary, silent features of Representation of People Act, appointment of various constitution posts, powers, function and responsibility of various constitution post bodies, statutory, regulatory and various quasi-judicial bodies, government policies, welfare schemes, issues relating to development and management of social sectors, issues relating to poverty and hunger, important aspect of governance, transparency and accountability, e-governance, role of civil service in a democracy, India and its neighborhood relation, bilateral relation, effect of policies, policies, developing countries, India's interest, Indian diaspora, important international institutions, agencies and fora, their structure. സിവിൽ സർവീസ് പരീക്ഷയിൽ രണ്ടാമത്തെ പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് മുഴുവൻ പഠിക്കുന്നുണ്ട്. കൂടാതെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനെ പറ്റി പഠിക്കുന്നുണ്ട്. കൂടാതെ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിനെ പറ്റി പഠിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി ആൻഡ് വേരിയസ് കോസി ജുഡീഷ്യൽ ബോഡിയെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ വെൽഫെയർ സ്കീമിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഹെൽത്ത്, അതിൻ്റെ എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. പോവർട്ടി ആൻഡ് ഹങ്കറിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ റോൾ ഓഫ് സിവിൽ സർവീസ് ഇൻ ഡെമോക്രസി ഇതിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയും അതർ രാജ്യങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലും ഉള്ള റിലേഷനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3,
technology, economic development, biodiversity, environment, security and disaster management. In Indian economy and issues relating to planning, mobilization of resource, growth, development and employment, inclusive growth and issues arising from it, government budgeting, major crop relating matters, issues relating direct and indirect farm subsidies, food processing, land reform in India, effect of liberalization of economy, infrastructure, energy, ports, roads, airport, railways, science and technology, awareness of field of IT, space, computers, robotics, nanotechnology, biotechnology, issues relating intellectual property rights, linkage between development and spread of extremism, role of external state and non-state actors in creating challenges to international security challenges and their management in border areas, linkage of organized crime with the terrorism, various security forces and agencies and the mandate. സിവിൽ സർവീസ് പരീക്ഷയിൽ മൂന്നാമത്തെ പേപ്പറായ ജനറൽ മൂന്നാമത്തെ പേപ്പറിൽ പഠിക്കുന്നത് ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചും അതിലുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചും പിന്നെ ജോഗ്രഫിയിൽ പഠിക്കേണ്ട പോലെ തന്നെയുള്ള മേജർ ക്രോപ്പ് അതിനെ പറ്റിയുള്ള റിലേഷനെ പറ്റി പഠിക്കുന്നു. പിന്നെ ഫുഡ് പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്നു. എഫക്റ്റ് ഓഫ് ലിബറലൈസേഷൻ ഓഫ് എക്കണോമിക്ക് പഠിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, അതുപോലെ തന്നെ എയർപോർട്ട്, റെയിൽവേ, എനർജി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് മോഡലിനെ പറ്റി പഠിക്കുന്നു. ന്യൂ ടെക്നോളജി ഫോർ അതായത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി വികസനത്തെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നു. IT, സ്പേസ്, കമ്പ്യൂട്ടേഴ്സ്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ബയോടെക്നോളജി എന്നിവയെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി, നമ്മുടെ സെക്യൂരിറ്റി വിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നു. അതായത് എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, അതുപോലെ തന്നെ ആർമി, ഇവയെ പറ്റി നമ്മൾ കൂടുതലായിട്ട് സെക്യൂരിറ്റി ചലഞ്ചിനെ പറ്റി പഠിക്കുന്നു. These are the topics for General Studies paper 3. Next is General Studies paper 4, Ethics, Integrity and Aptitude. This paper will include question to test the candidate attitude and approach to the issues relating to the integrity, probability in public life and his problem-solving approach to various issues and conflicts faced by him is dealing with the society. Question may be utilized in the case study approach. To determine this aspect, the following broad area will be covered: ethics and human interface, human action, human values, attitude, behavior, aptitude and fundamental values of civil service, integrity, impartiality and non-partiality, objectivity, dedication to public service, etc. Emotional intelligence concept, contribution of moral thinkers and philosophers, public civil service values, probability in governance, concept, public service, philosophical basis, etc. സിവിൽ സർവീസ് പരീക്ഷയിൽ നാലാമത്തെ പേപ്പറായ എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് എന്ന പേപ്പർ നമ്മൾ ഒരു വിഷയത്തിനെ പറ്റി കൂടുതൽ പഠിച്ച് അതിൻ്റെ എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ആണെന്ന് അതിനനുസരിച്ച് നമ്മൾ ഉത്തരവ് എഴുതേണ്ടതാണ്. അതിൻ്റെ അകത്തുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ്, ഹ്യൂമൻ വാല്യൂ പറ്റി പഠിക്കുന്നുണ്ട്, ആറ്റിറ്റ്യൂഡിനെ പറ്റി പഠിക്കുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസിനെ പഠിക്കുന്നുണ്ട്, പബ്ലിക് ആൻഡ് സിവിൽ സർവീസ് വാല്യൂ ആൻഡ് എത്തിക്സിനെ പറ്റി പഠിക്കുന്നുണ്ട്, പ്രോബിലിറ്റി ഇൻ ഗവേണൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്, അതുപോലെ പബ്ലിക് സർവീസിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഓപ്ഷൻ പേപ്പേഴ്സ് സബ്ജക്ട്. ലിസ്റ്റ് ഓഫ് ഓപ്ഷൻ സബ്ജക്ട് ഫോർ ദ സിവിൽ സർവീസ് മെയിൻ എക്സാമിനേഷൻ. You have to opt for any one of subject out of 26 subject. Optional papers consist of 2 papers of 250 mark each. ഓപ്ഷൻ സബ്ജക്റ്റില് 26 ഓപ്ഷൻ സബ്ജക്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഒരെണ്ണം ഓപ്റ്റ് ചെയ്യുക. അതിൽ ഒരു പേപ്പറിന് 250 മാർക്ക് വീതം, രണ്ടെണ്ണത്തിന് 500 മാർക്കാണ്. ലിസ്റ്റ് ഓഫ് അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്ററിനറി സയൻസ്, ആന്ത്രപ്പോളജി, ബോട്ടണി, കെമിസ്ട്രി, civil engineering, commerce and accountability, economics, electrical engineering, geography,
ജിയോളജി, ഹിസ്റ്ററി, ലോ, മാനേജ്മെന്റ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസ്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ, psychology, public administration, sociology, statistics, zoology. Then literature subject of any of the following language: Assamese, Bengali, Bodo, Dogi, Gujarati, Hindi, Kannada, Kashmiri, Konkani, Maithili, Malayalam, Manipuri, Marathi, Nepali, Oriya, Punjabi, Sanskrit, Santali, Sindhi, Tamil, Telugu, Urdu and English. Civil service പരീക്ഷയിൽ ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ടുള്ളത് അഗ്രികൾച്ചർ ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്ററിനറി സയൻസ്, ആന്ത്രോപോളജി, ബോട്ടണി, കെമിസ്ട്രി, സിവിൽ എഞ്ചിനീയറിംഗ്, കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, എക്കണോമിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജിയോഗ്രഫി, ജിയോളജി, ഹിസ്റ്ററി, ലോ, മാനേജ്മെന്റ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസ്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി. അതുപോലെ തന്നെ ലിറ്ററേച്ചർ സബ്ജക്റ്റുകളായ അസാമി, ബംഗാളി, ബോഡോ, ഡോങ്കി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മൈഥിലി, മലയാളം, മണിപ്പൂരി, മറാഠി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, സൈന്താലി, സിന്ധി, തമിഴ്, തെലുങ്കു ആൻഡ് ഉറുദു ആൻഡ് ഇംഗ്ലീഷ്. നെക്സ്റ്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സിലബസ് എന്ന് പറയുകയാണെങ്കിൽ സിവിൽ സർവീസിന്റെ പ്രിലിമിനറി സിലബസ് സബ്ജക്റ്റിന്റെ സിലബസിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് മലയാളം എന്നൊരൊറ്റ കാര്യം കൂടെ പഠിച്ചാൽ നമ്മൾ സിവിൽ സർവീസിന്റെ അതേ പാറ്റേൺ ആണ് KS സിലബസിലും. അപ്പോൾ അഡീഷണൽ ആയിട്ട് മലയാളത്തിന്റെ ഒരൊറ്റ കാര്യം മാത്രമേ സിലബസിലുള്ളൂ. അപ്പം അതുപോലെ തന്നെ KS മെയിൻസ് എക്സാമിലും നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന്റെ അതേ കാര്യമാണ്, പക്ഷേ ഒറ്റ വ്യത്യാസമുള്ളൂ, ഓപ്ഷൻ പേപ്പർ ഇല്ല. ഓപ്ഷൻ പേപ്പർ ഇല്ലാതെ ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെ ടോപ്പിക്സുകളും സിവിൽ സർവീസും KS സെയിം തന്നെയാണ്. അതുകൊണ്ട് സിവിൽ സർവീസിന്റെ പഠിക്കുന്ന രീതി തന്നെ ഓപ്ഷൻ പേപ്പർ ഒഴികെ അതുപോലെ തന്നെ മലയാളം അഡീഷണൽ ആയിട്ടും പഠിച്ചു കഴിഞ്ഞാൽ KS ഫുൾ നോട്ട് അല്ലെങ്കിൽ ഫുൾ സിലബസിന്റെ കവർ ചെയ്യാം. താങ്ക് യു. Think before you speak, read before you think. Prepared by Jay Kodanis, Aeon Study Circle.